പണികേണമണിയുന്ന പരമേശൻ തനയനായി പണികേണമണിയുന്ന എൻ്റെ പേര് രാധമ്മ, 91 വയസ്സ്. എൻ്റെ വീട്ടിൽ ഞാൻ കൊച്ചിലെ 4 വയസ്സിൽ 5 വയസ്സായപ്പോൾ ഈ കളികളും പാട്ടുകളും ഒക്കെ പഠിച്ചതാണ്. ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു കാര്യം, അവരുടെ കൂടെ പോയി ഇത് കളികളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 10 വയസ്സായപ്പോൾ ഓരോരുത്തരെയും കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് തിരുവാതിരയ്ക്ക് ഞങ്ങളുടെ അവിടെ ആൾക്കാരുണ്ടായത്. തിരുവാതിര എട്ടങ്ങാടി എന്ന് പറയുന്ന മംഗല്യ പെണ്ണുങ്ങൾക്ക് മംഗല്യം ഉണ്ടാകാനും ഉള്ളവർക്കത് പുഷ്ടിയായിട്ട് കിട്ടാനും വേണ്ടതാണ് ഈ മകരം എട്ടങ്ങാടി. ഇത് എട്ടങ്ങാടി നിവേദ്യത്തിനുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഇത് നമ്മൾ ചുട്ടെടുക്കും കനലിൽ. ആദ്യമേ ചേമ്പ്, ചേന, കിഴങ്ങ്, പിന്നെ കാച്ചിൽ, പിന്നെ കൂർക്ക, പിന്നെ പച്ച ഏത്തക്കായ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചുട്ടെടുക്കുന്ന സാധനങ്ങൾ. പിന്നീട് നമ്മൾ കുറേ സാധനങ്ങൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ചുട്ടെടുത്ത് ഇത് അരിഞ്ഞതിന് ശേഷമാണ് അതെല്ലാം കൂടി ചേർക്കുക. ചുട്ട് അടുപ്പ് ഇടുന്നവരങ്ങനെയുണ്ട്, വേവിച്ചെടുക്കുന്നവരങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ വേവിച്ച് ഇറക്കി എടുത്ത് അത് വിളക്ക് കത്തിച്ച് ഗണഗണയ്ക്ക് വെച്ച് ഇതും കൊണ്ട് വെച്ചിട്ട് ഒരു വട്ടം പാട്ട് പാടി കളിച്ച് കഴിഞ്ഞിട്ട് എട്ടങ്ങാടി തിന്നും. ഓരോരുത്തർക്ക് ഇലക്കകത്ത് കൊടുത്ത് അത് എല്ലാവരും തിന്ന് കൊരവയാ കൂടുതൽ, പ്രാധാന്യം കൂടുതൽ കൊരവയാ. എട്ടങ്ങാടി 8 കൂട്ടം ഒന്നും കുറയാതെ, ചേമ്പു ചേന കിഴങ്ങു കാച്ചിൽ പഴഞ്ഞൂറുക്കും പാലും, ഇഷ്ടാമോടെ അഷ്ടി കഴിച്ചങ്കനമാരെല്ലാം ആർത്തു വിളി കൂട്ടത്തോടെ തൻപൂരത്ത് ചെന്നു നല്ല പൊൻവിളക്കും വെച്ചു. പാർവതി കാന്തനെ പൂജാ ഭക്തിയോടെ ചെയ്തു. കരങ്ങളഞ്ചും കുമ്പും കൂടാ വയറുമുള്ള ദേവൻ കാട്ടിൽ വാഴും കാലത്തിങ്കൽ വന്നു പിറന്നല്ലോ. ഗണപതി എന്നുള്ള നാമം വാരിയിലങ്ങെഴുന്നു. അപ്പം ആടാമലർപ്പൊടി കൊട്ടത്തേങ്ങ പൂളും വെച്ചു പൂജ ചെയ്തു ഗണനാഥനെ സ്തുതിച്ചു. ഇങ്ങനെ വാഴുന്ന കാലടിയിൽ ഗണനാഥൻ അല്ലൽ കളഞ്ഞടിയനെ കാത്തുകൊള്ളുക വേണം. കരവിട്ട് നമ്മൾ തിന്ന് ഇലയൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ ഒന്നുകൂടെ തൂത്ത് തളിച്ച് പിന്നെയാണ് നമ്മൾ അന്ന് തന്നെ തിരുവാതിര ഉണ്ടെങ്കിൽ കളിക്കും, അല്ലെങ്കിൽ ഇത് എട്ടങ്ങാടി നിന്ന് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ട് പോകും. പിന്നെ പിറ്റേ ദിവസം അതുപോലെ തന്നെ വിളക്ക് വെച്ച് അഷ്ടമംഗല്യം വെച്ച് വിളക്ക് കത്തിച്ച് എല്ലാവരും കൂടെ കൂടി കുരവ ഇട്ട് തന്നെ എല്ലാവരും വരുത്തി അവർ കൂടി വന്ന് എല്ലാവരും കൂടി തിരുവാതിര കളിക്കും. നമുക്ക് ധനുമാസത്തിലെ തിരുവാതിര കന്യാപ്പെണ്ണുങ്ങൾക്ക് അതെ, കല്യാണം കഴിച്ചവർക്ക് ഒന്നുകൂടെ കൂടുതൽ, അല്ലാത്തവർക്ക് കന്യാപ്പെണ്ണുങ്ങൾക്ക് എട്ടങ്ങാടി പ്രധാനം, കല്യാണം കഴിച്ചവർക്ക് ഈ തിരുവാതിര പ്രധാനം. അവർക്ക് ഭർത്താക്കന്മാർക്ക് ആയുസ് കിട്ടാനും നല്ലത് വരാനും നമുക്ക് വേണ്ട നമ്മളെ ഭർത്താവിന് മറ്റു കുഴപ്പമൊന്നും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്നത്. ഇങ്ങനെയെല്ലാം ലക്ഷൻ്റെ 7 പെണ്ണുങ്ങൾ 6 പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചത്, വേറെ ഒന്നിനെ കെട്ടിച്ചില്ല. അത് തപസ്യയെല്ലാം പോയില്ലേ, തപസ്യ ചെയ്താൽ പോയി. അവിടുന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെയാണ് ശിവനെ കിട്ടിയത്. അതുപോലെ ആ കാട്ടിൽ തപസ്യ ചെയ്തു. അവിടെ നിന്നുള്ള കുരുക്കൾ പാർവതി ചുട്ട് തിന്ന് അതായി എട്ടങ്ങാടി പറയുന്നു. അവിടെ നിന്നുള്ള കായ്കളൊക്കെ പറിച്ച് വന്ന് വാന്തി എടുത്തതും അല്ലാത്തതും ഒക്കെ കൂടെ പറിച്ച് പെറുക്കി അവിടെ അതിൽ ചുട്ട്
അത് എടുത്ത് ഇലയിൽ വെച്ച് അത് എടുത്ത് ഇവർ ആ 7 പെണ്ണുങ്ങൾ മൊത്തമുണ്ട്. അവർ ആ ഒരു പാട്ടും പാടി അവർ കുളിച്ച് ഇത് തിന്നും. അതാണ് എട്ടങ്ങാടി. ആ തിരുവാതിര നാൾ കഴിയുന്നത് വരെ നമ്മൾ അരിയാഹാരം കഴിക്കില്ല. കുളിച്ച് വെച്ച് അതിനെ ശുദ്ധമായിട്ട് തന്നെ വെച്ച് ഇറക്കി. പണികേണമാണിയുന്ന പരമേശൻ തനയനായി പണികേണമാണിയുന്ന പരമേശൻ തനയനാ ഗണപതി തുണ ചെയ്യുവാൻ പ്രണമിക്കുന്നേ. ഗുരിയിലിട്ടും മഴ മഞ്ഞു കുളിരും കനലുമേറ്റു പുരിരുട്ടും മഴ മഞ്ഞു കുളിരും കാനലുമേറ്റ് കുടികൊള്ളും പനച്ചിക്ക തമരുമമ്മേ കുടികൊള്ളും പനച്ചിക്കാട്ടമരുമമ്മേ. അഷ്ടമംഗല്യം വെക്കാത്ത വിളക്ക് വെക്കാതെ അത് ഭഗവാന് സരസ്വതി ദേവിക്ക് വേണ്ടിയിട്ടാണ് അഷ്ടമംഗല്യം വെക്കുന്നത്. കറുക, ചെറുപൂള, കയ്യന്യം, ഉരുത്തിഴുവൻ, പൂങ്കുറനില, വള്ളിയുഴഞ്ഞ, നിലപ്പന്ന, പക്ഷെ അത്രയും ഓർക്കുന്നുള്ളൂ. 10 പൂക്കൾ വരച്ച് നമ്മൾ ഈ തിരുവാതിരയാളെന്ന് അത് പറിച്ച് വെച്ചിരുന്നിട്ട് തിരുവാതിരയാളെന്ന് പാതിര ആകുമ്പോൾ കുരവി ആർപ്പും കീർത്തനങ്ങളും പാട്ടും എല്ലാം ആയിട്ട് നമ്മൾ ദശപുഷ്പം ഓരോന്നും കയ്യിലെടുത്ത് ഒന്നിച്ചത് ഇഴുത്തിട്ട് തല ചൂടും. എന്നാ ഇതേ ഉള്ളൂ. നമശിവായ 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 എന്നേ ഉള്ളൂ. ഒന്നാം കുന്നിന്മേലൊരടി മണ്ണിന്മേലൊന്നല്ലോ കന്യക പാല നട്ടു. പാലക്കില വന്നു പൂവന്നു കായ് വന്നു പാലയ്ക്കു നേർകൊടു കാർകുഴലി. ചെയ്തോ തിരുത്തിത്താരാതിത്തിത്തൈ തിത്തൈ തകതൈതോ